കേരളത്തിലെ ആദ്യ സബ്വേ എവിടെയാണ്? മടിച്ചു നിൽക്കാതെ ഉത്തരം പറഞ്ഞോളൂ. അത് നമ്മുടെ കോഴിക്കോടാണ്, പാളയം ജംഗ്ഷനിൽ. 1980 സബ്വേ നിർമ്മിക്കപ്പെടുന്നത്. അന്നും ഇന്നും ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നായിരുന്നു ഈ പാളയം ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, അതിന് ചുറ്റുമായിട്ടാണ് മിഠായി തെരുവ്, അതുപോലെ പാളയം ജംഗ്ഷൻ, പാളയം മാർക്കറ്റ്, അതുപോലെ തളി ക്ഷേത്രം, അങ്ങനെ ഒട്ടനവധി കോഴിക്കോട്ടെ ജനങ്ങൾ ദൈനംദിന ജീവിതങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ഇടങ്ങൾ ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് ഈ പാളയം ജംഗ്ഷൻ എന്ന് പറയുന്നത്. വളരെ തിരക്കേറിയ പാളയത്തെ ഇടനാഴിയായിരുന്നു നമ്മൾ ഈ കടന്നു പോകുന്ന ഇടങ്ങൾ. 4 ഭാഗത്തും ഓപ്പണിങ്ങോട് കൂടി വന്നിരുന്ന ഒരു സബ്വേ. അത് ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ ഡൽഹി ഇതുപോലുള്ള ഇടങ്ങളിലുള്ള സബ്വേയുമായി അനേകം ബന്ധമുള്ള ഒരു സബ്വേ. അതേ രീതിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ട സബ്വേയാണ് കോഴിക്കോട്ടുമുള്ളത്. പക്ഷേ 80 നിർമ്മാണം പൂർത്തീകരിച്ച് 96 ആവുമ്പോഴേക്കും അത് അടയ്ക്കപ്പെടുന്നുണ്ട്. ഒന്നാമത് മഴവെള്ളം അതുപോലെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതുപോലെ തന്നെ റോഡ് വീതി കൂട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം റോട്ടിലായി പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ ആയിരുന്നു അന്ന്. അടയ്ക്കുവാനുള്ള പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് ഇവയൊക്കെയാണ്. അതിനുശേഷം 2014 അത് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അധികം താമസിയാതെ തന്നെ അത് അടച്ചുപൂട്ടാൻ വീണ്ടും ഉത്തരവാകുകയാണ്. അതിന് കാരണമായി കോർപ്പറേഷൻ പറയാറുള്ളത് അത് ആളുകൾ ഉപയോഗിക്കുന്ന രീതി, അല്ലെങ്കിൽ അത് ലഹരി മാഫിയയും അതുപോലുള്ള ആളുകളുമൊക്കെ തമ്പടിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതി. ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന കാരണം. ഈ സർക്കാരിൻ്റെ കാലത്താണ് അത് കോഴിക്കോട് സബ്വേക്ക് പുനരുദ്ധാരണ പ്രവർത്തികൾ ചെയ്യണമെന്ന് പറയുന്ന ദീർഘകാലത്തെ ആവശ്യം പരിഗണിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന ഈ രൂപത്തിലുള്ള ലൈറ്റുകൾ ഫിറ്റ് ചെയ്തു. അതുപോലെ നമ്മുടെ കോഴിക്കോടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ വരയ്ക്കപ്പെടുന്നു. ഭംഗി കൂട്ടി അവിടെ ഒരു ഉദ്യോഗസ്ഥനെയൊക്കെ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലേക്ക് അത് തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ആളുകൾ ഇതൊരു ചരിത്ര സ്മാരകം പോലെയാണ് കാണുന്നത്. ദൈനംദിനമായി ഇടപെടുന്ന ആളുകളൊക്കെ റോട്ടിലൂടെ തന്നെ ഒരുപാട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ കുറച്ച് പേര് ഇത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ അതിന് പുറമെയായി ഇത് കാണാൻ വരുന്ന ആളുകളെക്കുറിച്ചാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മോട് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ സബ്വേ കാണാനായി ആളുകൾ എത്തുന്നു എന്ന് പറയുന്നു. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറുകയാണ്. ഇതിന് ചുറ്റുമുള്ള ഇടങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തൊട്ട് താഴെയുള്ള സബ്വേയിൽ ആളുകൾ വളരെ കുറവുമാണ്. ആളുകളില്ലാഞ്ഞിട്ടല്ല കോഴിക്കോട് ഈ സബ്വേത്തെ ആൾ കുറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നത്. നമുക്കറിയാം, ഒരു സമയത്ത് സർക്കാർ പറഞ്ഞിരുന്നു വഴിയോര കച്ചവടക്കാരായ ആളുകളെ ഈ സബ്വേയിൽ ഒരു കച്ചവട സാന്നിധ്യമായി നമുക്ക് മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു രീതി പറഞ്ഞിരുന്നു. നമുക്കറിയാം, നമ്മൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ ഡൽഹി ഇവിടെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കച്ചവടക്കാർ നിറഞ്ഞ സബ്വേകളാണ് നമ്മൾ കാണുന്നത്. ഛത്രപതി ശിവജി ടെർമിനലിന് മുന്നിലുള്ള സബ്വേയിലൂടെ നമ്മൾ പോകുമ്പോൾ ഇരുഭാഗത്തും കച്ചവടക്കാരാണ്. അത് ഇല്ലെങ്കിൽ പോലും ഒരു ഭാഗത്തെങ്കിലും അവർക്ക് കച്ചവടം ചെയ്യാനുള്ളൊരു സാന്നിധ്യം കൊടുത്തു കഴിഞ്ഞാൽ ആളുകളെ അത് അട്രാക്റ്റ് ചെയ്യാനും അതുവഴി ആളുകൾ എത്താനും ഒരു സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നമുക്കറിയാം, ഭംഗിയോടെയാണ് ഇപ്പോൾ ഇത് നിലനിർത്തിയിരിക്കുന്നത്. ഒരുപാട് കാലത്തെ ദീർഘമായ ആവശ്യമാണ് നിറവേറ്റപ്പെട്ടത് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. കോഴിക്കോട്ട് ഉള്ള ആളുകളും അല്ലെങ്കിൽ കോഴിക്കോട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഒക്കെ ഈ സബ്വേയും കൂടി ഒന്ന് കണ്ടിട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. ഇതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 7 മണിക്ക്